So guys, welcome back to our channel. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിംഗ് ലൈറ്റ് അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറും 639 രൂപക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിംഗ് ലൈറ്റ് തന്നെയാണ്. അപ്പം ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും. എന്നിട്ട് നിങ്ങളിത് വാങ്ങണോ വാങ്ങണ്ടേ എന്നൊക്കെ ചൂസ് ചെയ്യട്ടോ. അല്ലാതെ ഇപ്പോൾ തന്നെ പോയി മണ്ടി ചെന്ന് വാങ്ങാനൊന്നും നിൽക്കണ്ട. ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കയ്യാണ് ചെയ്തിടാം. ഓക്കെ, അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ കിടക്കാം. വീഡിയോ കിടക്കാൻ വെച്ചാൽ ആദ്യമായിട്ട് കാണാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ ഞാൻ അതുപോലെ കിട്ടിലും വീഡിയോസ് കിട്ടും. നിങ്ങൾക്ക് മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്, ഫ്രീ ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒട്ടും ലഭിക്കാൻ നേരിട്ട് തന്നെ വീഡിയോയിൽ കിടക്കാം. ഹലോ, അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സ് നമുക്ക് ഇത് അതുപോലത്തെ ഒരു പെട്ടിയിൽ നിന്നായിരിക്കും നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതുപോലത്തെ ബോക്സിലായിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇതാക്കണം ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ആദ്യത്തെ നമ്മൾ റിംഗ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഫുള്ളൊരു ഓപ്പൺ ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. എന്നാൽ തീരെ ഒരു പാക്കേജ് ഒന്നും അത്ര ക്വാളിറ്റി കാര്യങ്ങളൊന്നും പോരാ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. ആ സ്റ്റാൻഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാക്കണം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാക്കണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല കിടിലം പോലത്തെ ഒരു സ്റ്റാൻഡ് എന്താണെന്ന് തോന്നുന്നത്. പക്ഷേ ബോക്സ് ഒന്നും തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു ചെറിയ ബോക്സാണ്. പറഞ്ഞാൽ ഇത്ര ലോ റൈറ്റിന് കിട്ടിയതല്ലേ, അപ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പം നല്ല ക്വാളിറ്റി ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ പിടിക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ അടിയിൽ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കണില്ല. നമുക്ക് ബിൽഡ് ക്വാളിറ്റി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാക്കണം നമുക്ക് ഈ ഒരു ഇതിലായിരിക്കും നമ്മൾ വെക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി വലുതാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് ഫുൾ ഇത് ഞാൻ കാണിച്ച് തരുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിനെയാണ് അവർ ഈ സ്റ്റാൻഡിൽ അവർ ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് നീട്ടാം. പറഞ്ഞാൽ എത്ര കുറച്ചൊരു 1 സെൻറ്റിമീറ്റർ ഒരു ഹൈറ്റ് നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റാൻഡ്. നമുക്ക് ഇതാക്കണം ഈ ഒരു പോലെ വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെയാണ് നമ്മൾ ഇത് മടക്കി വെക്കുക. ചെറിയ കമ്പിയൊന്നും തീരെ ക്വാളിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ദീപാവലി സെയിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റിച്ച് നമുക്ക് നമ്മുടെ റിംഗ് ലൈറ്റ് ഒന്ന് എടുത്ത് നോക്കാം. റിംഗ് ലൈറ്റ് നമ്മൾ എടുത്ത് നോക്കില്ല, അതല്ലേ മെയിൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ റിംഗ് ലൈറ്റ് ആദ്യം തന്നെ നമുക്ക് ബോക്സൊക്കെ ഓപ്പൺ ആയിട്ടാണ്, അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് റിംഗ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. റിംഗ് ലൈറ്റ് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ റിംഗ് ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ലോ ബഡ്ജറ്റ് സാധനമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു മൊബൈൽ മൗണ്ട് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈറ്റിൻ്റെ അവിടെ വെക്കാനുള്ളൊരു മൊബൈൽ മൗണ്ടാണ്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു ജോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് ട്രൈപോഡും അതുപോലെ ലൈറ്റുമായി കണക്ട് ചെയ്യാനുള്ള ഒരു ജോയിൻ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ബോക്സിനുള്ളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും ലൈറ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വയറൊന്നും അത്ര ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഏതായാലും നല്ല ലോ വൈറ്റ് സാധനം തന്നെയാണ്. ഏതായാലും റിംഗ് ലൈറ്റ് ഏതായാലും നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ടൊക്കെ നോക്കണം. ഇതിൻ്റെ ഫുൾ ഔട്ട്പുട്ട് കാണാനുണ്ട്. അതേപോലെ ഇതുപോലെ തന്നെയാണ് ലൈറ്റിൻ്റെ ഇത് കുറക്കാനോ അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാനോ അതുപോലെ തന്നെ പവർ ബട്ടണാണ് നമുക്ക് സ്വിച്ചിൽ നിന്നിട്ടുള്ളത്. ഇത് നമുക്ക് USB പോർട്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പവർ ബട്ടൺ വെച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്ത് വെക്കേണ്ടിട്ട്. അത് സ്റ്റാൻഡ് ഇതൊരു ഹൈറ്റ് ഉണ്ടാവും നമുക്ക് കേട്ടോ. ഈ ഒരു ഹൈറ്റ് മാക്സിമം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. ലൈറ്റൊക്കെ എത്ര പവർ ഉണ്ടാവും നോക്കട്ടോ. അപ്പോൾ ഇതാക്കുന്ന സ്വിച്ച് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ഏകദേശം കുഴപ്പമില്ലാത്ത ലൈറ്റൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കേട്ടോ. കിടിലം പോലത്തെ ലൈറ്റൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ബ്രൈറ്റ്നസ്സും കുറച്ച് നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇതാക്കാം ബ്രൈറ്റ്നസ്സും ഇത്തിരി കുറച്ച് നോക്കാറുണ്ടോ. മാക്സിമം നമുക്ക് ഈ ഒരു റേഞ്ച് വരെ കുറയും. നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാക്കണം ഈ ഒരു ഇതുവരെ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളായിട്ട് ഇതിൻ്റെ ഇത് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൈറ്റ് ഫീൽ ചെയ്യാത്തത്. ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് വൈറ്റ് കയറിയിട്ട് ഫുൾ ഇതാവും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളറേഴ്സൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. നോർമൽ ഉണ്ടാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളറൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഫുള്ളൊരു ഇറ്റായിട്ടുള്ളൊരു റൂമിലായിട്ടാണ് അപ്പോൾ ഇത് ഈ ലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും കിടിലം ക്വാളിറ്റിയാണ്. അപ്പോൾ താല്പര്യമുള്ളതാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം മുകളിലിട്ടാണ് വീഡിയോസ് ഒന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നല്ല കിടിലം വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബിഗ് ബൈ.